പണ്ടൊക്കെ ഓണം, വിഷു, തിരുവാതിരയൊക്കെ വന്ന അമ്മയും അമ്മമ്മയും അടുക്കളയ്ക്കകത്തായിരിക്കും. അവരിങ്ങനെ പണി ചെയ്തുകൊണ്ടേയിരിക്കും. അവരെല്ലാം മൺമറഞ്ഞു പോയി. അങ്ങനെ ആ സ്ഥാനത്തേക്ക് ഞാനായി. എനിക്കെല്ലാം നേരത്തെ തീർത്ത് വെച്ച് അമ്പലത്തിൽ പോയാൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഓണത്തിനും വിഷുവിനും തിരുവാതിരയ്ക്കും എന്തായാലും എത്രയൊക്കെ പണിയുണ്ടെങ്കിലും ഞാൻ നേരത്തെ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് തൊഴാറുണ്ട് കേട്ടോ. അപ്പം ഇന്നും ഞാനും അമ്മവും കൂടിയിട്ട് അമ്പലത്തിൽ പോയി. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പം അമ്പലത്തിൽ നിന്ന് തിരുമേനി ഞങ്ങൾക്ക് വിഷു കൈനീട്ടം തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അമ്പലക്കുളമുണ്ട്, കുളത്തിൻ്റെ അവിടേക്ക് പോകും. അപ്പോൾ ഓട് ഇങ്ങനെ വരിക്കി വെച്ചിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു. അങ്ങനെ 2-3 സ്റ്റെപ്പ് ഓക്കെ. പിന്നെ ആ ഓടിൻ്റെ ലെവൽ തെറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പേടിയായി. അപ്പോൾ കുളത്തിൻ്റെ കരയിലേക്ക് ഒരു ആമ വന്നിട്ട് ഇങ്ങനെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് താഴേക്ക് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ സെറ്റ് മുണ്ടായതുകൊണ്ടായിരിക്കാം. ചുരിദാറൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ആ സൈഡിൽ കൂടെ പോകുമായിരുന്നു. പിന്നെന്താ, അവിടെ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അറഞ്ചം പുറഞ്ചം ഫോട്ടോ എടുക്കൽ, വേറെ പണിയൊന്നുമില്ലല്ലോ. കംപ്ലീറ്റ് കുക്കിംഗ് വളരെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സൈറ വന്നു. സൈറ ഞങ്ങളുടെ കൂടെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്നിനി വൈകുന്നേരം ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഒത്തുകൂടാണ് ഇവിടെ നമ്മുടെ വീട്ടില്. അപ്പൊ പറ്റാവുന്നവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് നേരം സെറ്റ് മുണ്ടിൽ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വല്ലയിടത്തേക്കും പുറപ്പെട്ട് പോകുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. വീട്ടിൽ നിന്നിട്ട് പണി ചെയ്യാനോ ഫുഡ് കഴിക്കാനൊന്നും ഈ വേഷം എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.